ഇപ്പോൾ ഇവിടെ നടന്ന പ്രചരണം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കോലാഹലത്തിൻ്റെ ആ ബഹളത്തിൻ്റെ ഒരു ബാൻഡ് വാഗൺ എന്ന് പറയും തെരഞ്ഞെടുപ്പ് ഭാഷയിൽ, അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വലിയ ഇളക്കമാണ് ഉണ്ടാക്കിയത്. ഈ ഇളക്കം കണ്ട് തന്നെ BJP ജയിക്കുമെന്ന് കരുതി കുറേ ശതമാനം വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ മാപ്പിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റത്ത് വരെ BDJSന്റെ കൂടെ സഹായത്താൽ നിങ്ങൾക്ക് ആ തൃശ്ശൂരിൻ്റെ ഭാഗത്തും അതുപോലെ ആലപ്പുഴയിലും പാലക്കാടും ഇടുക്കിയുടെ ഭാഗത്തും പത്തനംതിട്ടയിലും ഒക്കെ നിങ്ങളുടെ കാവി അണിയേണ്ടതായിരുന്നു. അത് കണ്ടില്ല അവിടെ. അല്ല, അത് കാണേണ്ടത് അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത് തുച്ഛമായ വോട്ടുകൾക്കാണ്. ഞങ്ങളുടെ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത് വിജയിച്ചത് തുല്യം. ഈ UDF കണക്കിൽ പെടുന്നത് 3 വോട്ടിന് ഒരു ബൂത്ത് എണ്ണാനുള്ളപ്പോഴും അദ്ദേഹം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ്. 3 വോട്ടായാലും അത് വളരെ വിജയം തന്നെയാണ്. പക്ഷെ യാഥാർത്ഥ്യം ഉണ്ടല്ലോ, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് വിജയിച്ചത് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനാണ്. ഒരു അപരൻ വന്നിട്ടാണ് ഈ സംഭവം ഇത് പരാജയത്തിലേക്ക് സാങ്കേതികമായി കണക്കുകൾക്ക് കാര്യമില്ല. ഇവിടെ ജയിച്ച സീറ്റുകൾ മാത്രമാണ് കണക്കാക്കുക. അത് ആ തെരഞ്ഞെടുപ്പ് വിധി ജനം എഴുതി കഴിഞ്ഞു. അതിൽ 3, 1, 2, 3 എന്നുള്ള കണക്കുകൾക്കൊന്നും കാര്യമില്ല. ജയിച്ചോ അതിൻ്റെ ഉത്തരവാദിത്വം, തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാം അതാത് കക്ഷികൾ ഏറ്റെടുക്കണം. അവർ സ്വയം ഉള്ളിലേക്ക് നോക്കണം. ആ ചർച്ചയിലേക്ക് കൂടുതൽ വരാം. ആരാണ്? ഇല്ല, അവിടെ റീപോളിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു ബൂത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അല്ല, ഈ തൽക്കാലം ആ കണക്കിലാണ് എല്ലാവരും പെടുത്തി പറയുന്നത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിൽ ശ്രീ ബേബി ജോണിനുള്ള വിഷമം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. അവിടെ അവസാന വിധി വരട്ടെ, അതുവരെ നമ്മളത് റിസർവ് ചെയ്യുന്നു. LDF അധികാരത്തിലേക്ക് നാളെ LDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ഇടതുപക്ഷ നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ രാവിലെ 10:30 രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും. ശ്രീ ഉഴവൂർ വിജയൻ, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് കൈമാറാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവർണർ ഇവിടെ ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പുതുപ്പള്ളിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആരുമെങ്കിലുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം എൻ്റെ മനസാക്ഷിയോടും കൂടെ ചോദിച്ചിട്ട് ഞാനത് തീരുമാനിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഭരണഘടന അദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയവും കൂടിയുണ്ട്. അതേക്കുറിച്ചൊരു CBI എൻക്വയറിയും കൂടെ ആവശ്യമായി വരും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ച ആളായതുകൊണ്ട് ഇത് വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് എന്തായാലും മനസ്സ് വരില്ല. ഇത്രയും സന്തോഷമായിട്ട് നടന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നാളെ അത് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാനായിട്ട്. അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയുടെ എന്ന് പുള്ളി സ്റ്റേയുമായിട്ട് വരും. അതാണ് നേരെ കൊണ്ടുവന്ന് ഗവർണറുടെ കയ്യിലോട്ട് കൊടുക്കും. അതിനും മടിക്കുകയല്ല. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഇത് തമാശയായിട്ടാണ് ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞതെങ്കിലും ഇത് ഉമ്മൻചാണ്ടി പറയിപ്പിച്ചതല്ലേ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി പറയിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും പറയിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയും പറയിച്ചിട്ടുണ്ടാവില്ല. അപ്പം അദ്ദേഹം വിചാരിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അരുവിക്കരയിലെ ഇലക്ഷനിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ച തന്ത്രം വിജയിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ വിശ്വസിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. ഇന്നലെ തന്നെ പറഞ്ഞത്, ഞാനിപ്പോൾ രാജേഷ് ഉണ്ടായിരുന്നപ്പോൾ MP രാജേഷ് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം പറയണമെന്ന് ഓർത്താണ്. ഇന്നലത്തെ ഉമ്മൻചാണ്ടിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് അദ്ദേഹം ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാരണ അതായിരുന്നു. അദ്ദേഹം അതിനകത്ത് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അത് ആണ്. പക്ഷേ ജനം അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ജനം ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ആളുകളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മനസ്സിലായത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിലെ ഗ്രൂപ്പുകളെയൊക്കെ തൻ്റെ വരുതിക്ക് അകത്താക്കി ഹൈക്കമാൻഡിനെ പോലും അവസാന നിമിഷത്തിൽ മുൾമുനയിൽ നിർത്തി തൻ്റെ കാര്യങ്ങൾ, തൻ്റെ വഴിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ശ്രീ ഉണ്ണിച്ചെറിയാൻ പറഞ്ഞതുപോലെ ഈ ജനസമ്പർക്ക യാത്രയിലും ഒക്കെ കണ്ട ആൾക്കൂട്ടവും അതുപോലെയുള്ള തന്ത്രങ്ങളിലൂടെയും തൻ്റെ തന്ത്രങ്ങളൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചതിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയും ഒക്കെ അത് അദ്ദേഹം അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയതിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ വിശ്വസിച്ച് വീണുപോയി കൂടെ നിന്നു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും. എന്നും ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉറങ്ങുമ്പോഴും ചുറ്റും ആളുകളുണ്ട് എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും A ഗ്രൂപ്പിന് കുറച്ച് അണികളുള്ളത് കൊണ്ട്
മുഖ്യമന്ത്രി ചെല്ലുന്നിടത്തെല്ലാം ഈ ഗ്രൂപ്പിൻ്റെ അണികൾ വരും. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച ജനസമ്പർക്ക പരിപാടി, അത് സത്യത്തിൽ ലാസ്റ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. ആ ജനസമ്പർക്ക പരിപാടി അവസാന കാലഘട്ടങ്ങളിലൊക്കെ അതൊരു പ്രഹസനമായിരുന്നു. സൂര്യോദയം മുതൽ ആൾക്കാർ വന്ന് ഈ ജനസമ്പർക്ക ക്യാമ്പിൽ നിന്നിട്ട് സൂര്യാസ്തമയം കഴിഞ്ഞ് സൂര്യനമസ്കാരവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്നത് 2000 രൂപയാണ്. അവരുടെയൊക്കെ മനസ്സുകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള നിരാശ, അവരൊക്കെ തടിച്ചുകൂടിയ ജനത നേരെ എതിരായി ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ തടിച്ചുകൂടിയ ജനതയെ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ആത്മവിശ്വാസം, ഞാനിപ്പോൾ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് വരുമ്പോൾ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത്, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ട ആ ധൈര്യത്തിലാണ് ഞാൻ ചർച്ചയ്ക്ക് വന്നത്, അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വരില്ലായിരുന്നു എന്ന് എൻ്റെ അടുത്ത് എൻ്റെ മുൻകാല ഒരു സുഹൃത്ത് പറഞ്ഞ് അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി അവിടെ നിന്ന് പോയതാണ്, നിങ്ങൾ ഇനിയും പഠിച്ചില്ല? അല്ല, അപ്പോൾ അവിടെ കൂടെ നിന്ന് ബാക്കി ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു ഷാഹിദ കമാൽ കറക്റ്റ് ടൈം നോക്കി തന്നെയാണ് പോയത് എന്ന് പറയുകയും ചെയ്തു. അതിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അഭ്യാസ പ്രകടനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഈ അഭ്യാസമൊക്കെ കണ്ട് അതിനകത്ത് ശ്രീമതി സോണിയാഗാന്ധി വരെ വീണുപോയി എന്നുള്ളതാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു ഈ ഒറ്റയ്ക്ക് ഉള്ള ഒരു പെർഫോമൻസ് ഒരു ഘട്ടത്തിലെങ്കിലും LDF-നെ ഒന്ന് അതിശയിപ്പിക്കുകയോ ഒന്ന് ജാഗ്രത പാലിക്കാൻ ഒന്ന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്തോ? ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു മാജിക് കാണിച്ചേക്കും, LDF ചിലപ്പോൾ ഇനി അധികാരത്തിലേക്ക് വരാതിരുന്നേക്കുമോ എന്ന് നിങ്ങൾ അവസാന നിമിഷം ചിന്തിച്ചോ? അല്ല, അതാ അദ്ദേഹം ഈ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ പാമ്പുപിടുത്തക്കാരൻ വാവാ സുരേഷിനെ പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാകും. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുക എന്ന് വേണ്ട, ഈ എല്ലാ വിദ്യകളും അറിയാവുന്ന ആളാണ്. ഒരു സ്റ്റൈല് ഒക്കെ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അത് കേരളത്തിൽ ആളുകൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റു പലതരത്തിലുണ്ട്. എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ സൗകര്യമായി, സ്ഥിരമായി ജനങ്ങൾക്കിടയിൽ നിൽക്കാമല്ലോ, വേറെ സെക്രട്ടേറിയറ്റിലും പോരണ്ട, ഒരു പണിയില്ല, ജനങ്ങൾക്കിടയിൽ കയറി നിന്നോണ്ടാൽ മതി. അതിനുള്ള ഒരു അവസരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇപ്പം നടക്കും. ഇനിയിപ്പോൾ അധികം ഓട്ടോ ഒന്നും വേണ്ടി വരികയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് VS പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നരകത്തിലൊക്കെ പോകേണ്ടി വരും. പിന്നെ ഈ കേസെല്ലാം കൂടെ ശിക്ഷിക്കുകയാണെങ്കിൽ എത്ര വർഷത്തെയാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റിയല്ല. അതിൽ ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾ ആകെ ചെയ്യുന്നത്, ഞാനും ബേബി സഖാവും ഒക്കെ ചെയ്യാൻ പോകുന്നത്, അവർ വന്നാൽ അവരെ നടയടി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്, അതൊന്നും ഞങ്ങൾ ഇവർക്കിട്ട് ചെയ്യത്തില്ല. ഞങ്ങളെ ഒത്തിരി ഉപദ്രവിച്ചാണ് മണിയാശാനെ, P. ജയരാജനെ, പക്ഷെ ഞങ്ങളതൊന്നും ചെയ്യില്ല. ഒന്നാം തരം ഫുഡായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ജയിലിലെ സംവിധാനം അനുസരിച്ച് അത് ജയിൽ മന്ത്രി ആരായിരുന്നാലും ഞാനൊരു ഘടകകക്ഷിയുടെ പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ പറയും. അത് ഞങ്ങൾ ദുഷ്ടന്മാരല്ല LDF, അതുകൊണ്ട് അവരോട് അനുഭാവപൂർവമായ നിലപാട്. ശിവൻകുട്ടിക്ക് അല്പം ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ആ കാര്യത്തിൽ. അല്ലല്ല, എനിക്കിതിനകത്ത് ഏറ്റവും തന്ത്രശാലിയായ മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 1-2 ഭൂരിപക്ഷം, 1-2 ആ തുടക്കത്തിൽ അതായിരുന്നു. പക്ഷെ അപ്പോൾ പോലും പ്രതിപക്ഷത്തിനെ പോലും അദ്ദേഹം ഒരു എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ സ്ട്രാറ്റജിക്കലായി കൈകാര്യം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കാരണം വലിയ ഭൂരിപക്ഷമൊന്നുമില്ലാതെ ഇതുവരെ അദ്ദേഹത്തിന് ഇങ്ങനെ കേരളം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ നിങ്ങൾ ചിലയിടത്ത് പറ്റിച്ചോ എന്നുള്ളതാണ്. നേരത്തെ ശ്രീ ഉഴവൂർ വിജയൻ്റെ പാർട്ടിയും ശ്രീ ബേബി ജോണിൻ്റെ പാർട്ടിയൊക്കെ ആ കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മവിശ്വാസം കുട്ടനാട്ടിലെ പ്രസംഗത്തിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ BJP അല്പം സഹായിച്ചേക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ. അത് നിങ്ങളുമായിട്ടാണ് മത്സരം എന്നൊക്കെ പറഞ്ഞ് UDF-ന് വോട്ട് കിട്ടുക, അല്ലാതെയുള്ള ചില വോട്ടുകൾ അടിയിൽ കൂടി വാങ്ങിക്കുക, ഇതൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങളും സഹായിച്ചില്ലേ വേണ്ടടുത്ത്? അല്ല, ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. അല്ല, ഞങ്ങളുടെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ ഈ രാജ്യം മുഴുവൻ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആഹ്വാനം ചെയ്യുന്നത്. കോൺഗ്രസിനെ മുഴുവൻ തൂത്തെറിയണമെന്നാണ് രാജ്യത്ത് മുഴുവൻ ആഹ്വാനം ചെയ്തത്. ആ നിലയ്ക്കാണ് രാജ്യം മുഴുവൻ നടക്കുന്നത്. ഈ കോൺഗ്രസിന് ശരിക്കും ഓക്സിജൻ കൊടുക്കുന്നത് ഇപ്പോൾ ആരാണ്? കോൺഗ്രസിന് ഇപ്പോൾ ശരിക്കും ഓക്സിജൻ കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പശ്ചിമ ബംഗാളിൽ പോലും കൈ കൊടുത്ത് നിർത്തുകയാണ്. കേരളത്തിൽ പശ്ചിമ ബംഗാൾ പറഞ്ഞത് ഏറ്റില്ല എന്നാണല്ലോ. ഞാൻ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് കൂടി പോയിട്ട് ശ്രീ ബേബി ജോണിന്റെ ഈ കാര്യത്തിലുള്ള ഒരു താത്വികമായ നിരീക്ഷണം കൂടി നമുക്കൊന്ന് എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്താം. LDF അധികാരത്തിലേക്ക് ശ്രീ കണ്ണൂരിലെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജോഷ്ല വീണ്ടും ചേരുകയാണ്. ജോഷ്ല, എന്താണ് അവിടുത്തെ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഇതിനകം? പിടിച്ചിട്ടില്ല.
കരിന്താങ്കണ്ടി രവീന്ദ്രൻ എന്ന LDF പ്രവർത്തകൻ നേരെയാണ് ആക്രമണം ഉണ്ടായത്. അദ്ദേഹം ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് റോഡിലേക്ക് തെറിച്ചു വീണ സമയത്ത് ആക്രമികൾ വാഹനം കയറ്റി കൊല്ലുകയായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസൂൺ 21 വയസ്സാണ്, ജിതിൻ 26 വയസ്സ്, സായുജ് 24 വയസ്സ്, ലിജു 29 വയസ്സ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവര് തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ സമാധാനപരമായിരുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയായിരുന്നു RSS എന്നാണ് CPIM-ന്റെ ആരോപണം. അതേസമയം തന്നെ പുത്തൻകണ്ടത്തിൽ ഈ സംഭവം നടന്ന പുത്തൻകണ്ടം പ്രദേശം അത് നേരത്തെ തന്നെ RSS ക്രിമിനൽ സംഘം വാണിരുന്ന ഒരു സ്ഥലമാണ് എന്ന രീതിയിൽ ഉള്ള പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുത്തൻകണ്ടത്ത് പ്രജിത്ത്, പ്രനൂപ് എന്നിവരടങ്ങുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുൻപ് തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം നേരത്തെ തന്നെ CPIM ഉന്നയിച്ചതാണ്. എന്നാൽ പോലും ഇവർക്കെതിരെ ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിന്റെ ഭാഗം എന്ന് വേണം പറയാൻ. ഇന്ന് ആഘോഷ പരിപാടികൾക്കിടെ വീണ്ടും CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. വളരെ ജില്ലയാകെ LDF പ്രവർത്തകർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആഘോഷ പ്രകടനങ്ങളായിരുന്നു ധർമ്മട മണ്ഡലത്തിൽ അടക്കം നടന്നത്. ഈ ധർമ്മട മണ്ഡലത്തിൽ പുത്തൻകണ്ടത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് ആഘോഷ പ്രകടനത്തിന് നേരെ ബോംബേറുണ്ടായത്. ഈ ബോംബേറിൽ പരിക്കേറ്റാണ് കരിന്താങ്കണ്ടി രവീന്ദ്രൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോപ്പറേറ്റീവ് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ എന്തായാലും സംഘർഷ സ്ഥിതി തുടരുന്നു, വ്യാപക ആക്രമണം തന്നെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് BJP-യുടെ പ്രതികരണവും നമുക്ക് എടുക്കേണ്ടതുണ്ട്. മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കും വരാം. ഇടതുപക്ഷം ചരിത്ര വിജയത്തിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇടതുപക്ഷം അധികാരത്തിലേക്ക് ഉമ്മൻചാണ്ടി അധികാരം കൈമാറിയിട്ട് പോലുമില്ല. അതിനു മുമ്പുണ്ടായ ഈ ആക്രമണത്തെക്കുറിച്ച് BJP-യാണ് പ്രതിക്കൂട്ടിൽ ആകുന്നത്. ഇപ്പോൾ RSS-ന്റെ ആക്രമണം ഒരിക്കലും BJP-യോ RSS-ഓ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാവേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സംഭവം ഞാൻ കൈരളി കൂടി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അല്ല ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പോലും വരുന്ന സമയത്ത് പോലും ഈ സംഭവത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഒരു സംഘടനകളുടെയും പിൻബലമില്ലാതെ നിരവധി ബോംബ് ശാലകളാണുള്ളത്. മുക്ക് ബോംബ് ശാലകളാണ്. എത്രയോ സംഭവങ്ങളാണ് സ്വന്തമായിട്ട് സാധനം കയ്യിൽ വെച്ച് പൊട്ടുക. എത്ര എണ്ണം മരിച്ചിരിക്കുന്നു, എത്ര പേർ മരിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പശ്ചാത്തലത്തിൽ കാണണം. നിങ്ങൾ എന്ത് പ്രതികരണം നടത്തിയാലും അത് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ ചീത്തപ്പേരുണ്ടാകും. അതിനെക്കുറിച്ച് നിങ്ങളും വിലയിരുത്തേണ്ടി വരും. എന്തായാലും പ്രതികരണം ഇതാണ്. കണ്ണൂരിൽ സ്വാഭാവികമായി കയ്യിലിരുന്ന് പൊട്ടി മരിക്കുന്ന സംഭവങ്ങളുടെ കൂട്ടത്തിലാണ് ഇതും വരുന്നത്. ശ്രീ ബേബി ജോൺ അതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഈ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അടുത്ത നാളുകളിൽ BJP സംഘപരിവാര സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എന്നാണ് AK ആന്റണി പറഞ്ഞത്. അതിനിടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കാണുന്നത് അപ്രതീക്ഷിതമായിരുന്നു ഈ പരാജയം എന്നാണ്. അതുപോലെ ജിഷ സംഭവം തിരിച്ചടിയായെന്നാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പിൻ്റെ നേതാക്കൾ പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ചില റിപ്പോർട്ടുകൾ. ശ്രീ ബേബി ജോൺ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഈ BJP RSS സംഘപരിവാര സംവിധാനം അധികാരത്തിലേറുന്ന LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കേരളത്തിൽ എങ്ങനെ പെരുമാറാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ പ്രഖ്യാപനമായിട്ടാണ് ഈ സംഭവങ്ങളെ നമുക്കിപ്പോൾ നോക്കി കാണാൻ സാധിക്കുക. അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെയാണ് കേരളത്തിൽ LDF അധികാരത്തിൽ വരുന്നതിനെ അവർ നോക്കിക്കണ്ടിരുന്നത്. ഈ നേരത്തെ മിസ്റ്റർ ശിവൻകുട്ടി പരാമർശിച്ചതുപോലെ കോൺഗ്രസ് വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അവരോട് പ്രചാരണം നടത്തിയിരുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ ഒന്നിലേറെ തവണ കേരളത്തിൽ വന്നത് ഒരുപക്ഷെ BJP-യെ ജയിപ്പിക്കാൻ എന്നതിനേക്കാൾ കൂടുതൽ LDF-നെ പരാജയപ്പെടുത്താനാണ്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ മറ്റൊരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. RSS-ൻ്റെ നേതൃത്വത്തിലാണ്
2014 ഡൽഹിയിൽ ഒരു അഖില ലോക ഹിന്ദു കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മൾ പലപ്പോഴും അത് പരാമർശിക്കാൻ വിട്ടുപോകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഹിന്ദു കോൺഗ്രസ് ഇന്ത്യയിൽ എതിരിട്ട് പരാജയപ്പെടുത്തേണ്ട ശത്രുക്കൾ ആരൊക്കെ എന്ന് പട്ടികപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. ഈ അഖില ലോക ഹിന്ദു കോൺഗ്രസ് അംഗീകരിച്ച വിചാരരേഖയിൽ പഞ്ചമകാര ശത്രുക്കൾ എന്ന് വിശദീകരിച്ച 5 ശത്രുക്കൾ ഇടതുപക്ഷത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരാ പഞ്ചമകാര ശത്രുക്കളിൽ എണ്ണിപ്പറഞ്ഞത് 1 മാർക്സിസം, 2 മെറ്റീരിയലിസം, 3 മെക്കാളൈസം, 4 മിഷണറിമാർ, 5 മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ എന്നാണ്. യെസ്, അപ്പോൾ എന്തായാലും ശ്രീ ബേബി ജോൺ പറഞ്ഞു വരുന്നത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നെയാണ് കണ്ണൂരിൽ കാണുന്ന സംഘർഷത്തിൻ്റെ അടിസ്ഥാനമെന്നാണ്. ശ്രീ പി എ സലീം ഇപ്പോൾ കോട്ടയത്തുണ്ട്. ശ്രീ പി എ സലീം, ഞാൻ ചർച്ചയുടെ മുഖ്യ വിഷയത്തിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അപ്രതീക്ഷിതമായിരുന്നു ഈ പരാജയമെന്നാണ്. ശ്രീ വി എം സുധീരൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അപകടമുണ്ട് എന്ന്, തിരുത്തേണ്ട മേഖലകൾ ഇതൊക്കെയാണ് എന്ന്. ശ്രീ എ കെ ആന്റണി ഇപ്പോൾ പറഞ്ഞ ഭാഷ നമ്മൾ കേട്ടതാണ്. ജിഷ സംഭവം പോലെയുള്ള സംഭവങ്ങൾ തിരിച്ചടിയായെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രി മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ? അല്ല, ഇത് മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഈ പരാജയം പ്രതീക്ഷിച്ചതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പരാജയത്തോട് പ്രതികരിക്കുന്ന സ്വരവ്യത്യാസങ്ങൾ, അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകേണ്ട കാര്യമില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ UDF ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ തന്നെയായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ പോയത്? നിങ്ങളുടെ തന്നെ ജില്ല, ശ്രീ പി എസ് സലീമിന്റെ തന്നെ പ്രദേശം നോക്കുക, പത്തനംതിട്ട മേഖലയൊക്കെ ഉണ്ടല്ലോ. അവിടെ അടൂർ പ്രകാശ്, ഏറ്റവും കൂടുതൽ ആരോപണം കേട്ട മന്ത്രിമാരിൽ ഒരാളാണ് അടൂർ പ്രകാശ്. ഏറ്റവും അവസാനത്തെ ഭൂമി വിവാദം വരെ. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റണമെന്ന് അവസാനം വരെ വാശി പിടിച്ച വി എം സുധീരനെ തോൽപ്പിച്ച് അദ്ദേഹം മന്ത്രിയായി, അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. കൂടെയുള്ള ആളുകളൊക്കെ നോക്കുക, തൊട്ടടുത്ത മണ്ഡലങ്ങൾ നോക്കുക, എന്താണ് സംഭവിച്ചതെന്ന്. ഈ കാര്യങ്ങൾ പഠിക്കണ്ടേ? നിങ്ങളുടെ തെറ്റ് ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, ഞാനൊന്ന് പറയട്ടെ. അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായത് വി എം സുധീരനെ പരാജയപ്പെടുത്തിയൊന്നും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല പ്രോസസ്സിന്റെ ഭാഗമായി പുറത്തു വരുന്ന ചില ചർച്ചകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നു. ഒരുപക്ഷെ എന്റെ പരാജയത്തിന് കാരണം KPCC പ്രസിഡന്റ് മോശപ്പെട്ട മന്ത്രിയാണ് എന്ന് എന്നെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് കെ ബാബു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെ പ്രചരണം എന്തായിരുന്നു? തൃപ്പൂണിത്തുറയിൽ എം സ്വരാജും CPM-ഉം അവിടെ നടത്തിയ പ്രചരണം കെ ബാബുവിനെതിരായി വി എം സുധീരൻ നിലപാട് സ്വീകരിച്ചു എന്ന രീതിയിൽ ഒരു വലിയ പ്രചരണം തൃപ്പൂണിത്തുറയിൽ LDF-ഉം BJP നടത്തിയിരുന്നു. സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് ആദ്യം ചെയ്തത് കെ ബാബു അഴിമതിക്കാരനാണെന്ന് പറയുന്നത് ഞങ്ങളല്ല എന്ന രീതിയിലാണ്. ഞാൻ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ശ്രീ സ്വരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി എസ് അച്യുതാനന്ദൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. സ്വരാജിനെതിരെ എന്തുകൊണ്ട് കെ ബാബു കോടതിയിലേക്ക് പോയില്ല? ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല? അല്ലെ, മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരെ കോടതിയിൽ പോയത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയോട് മുഖ്യമന്ത്രിക്കുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു നടപടിക്രമമായിരുന്നു. നീതിന്യായ വ്യവസ്ഥയോട് ആദരവുണ്ടായിരുന്നുവെങ്കിൽ കോടതി പല ആരോപണങ്ങളിലും കേസുകളിലും മന്ത്രിമാർക്കെതിരെ നടപടികൾ പറഞ്ഞപ്പോൾ, അതിനെതിരെ വിമർശിച്ചപ്പോൾ, അതിനെതിരെ എന്തുകൊണ്ടാണ്
ജനങ്ങളുടെ മുമ്പിലേക്ക് പോയപ്പോൾ ആ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി മുന്നോട്ട് കൊണ്ടുപോയത്? അല്ല, കേരളത്തിലെ ഒരു മന്ത്രിമാർക്കെതിരെ ഒരു കോടതിയും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ആകെ ഞാൻ പറയാം, ആകെ നിങ്ങൾ പറയുന്ന പരാമർശം ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയ ഒരു പരാമർശമാണ്. ഈ ജസ്റ്റിസുമാരുടെ പേര് പറഞ്ഞ് നമ്മൾ കാണേണ്ടതില്ല. നീതിന്യായ വ്യവസ്ഥിതി അതല്ലേ ശ്രീ PS സലീം നമ്മൾ കാണുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ തെറ്റായ വിധികൾ, നമുക്കിഷ്ടമില്ലാത്ത വിധികൾ പറയുന്ന ജഡ്ജിമാർക്കെതിരെ നടപടികൾ എടുക്കുകയോ ശവമഞ്ചം ഉണ്ടാക്കുകയോ ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കണ്ടതാണ്. ശ്രീ PS സലീം ഇപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഇപ്പോൾ അപ്രതീക്ഷിതമാണ് ഈ പരാജയം എന്ന് പറഞ്ഞത് ഒക്കെ താങ്കൾ എങ്ങനെ വായിക്കും? അല്ല, അപ്രതീക്ഷിതമാണ് മുഖ്യമന്ത്രി ഈ പരാജയത്തെ കാണുന്നത് എന്നത് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് 78 സീറ്റ് കിട്ടി ഞങ്ങൾ ജയിക്കുമെന്നാണ്. അതിൻ്റെ കണക്കൊന്നും KPCCയിൽ ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല. പക്ഷേ പ്രതീക്ഷിതമായി ചില ആൾക്കാർ ഇത് കണ്ടിരുന്നല്ലോ. VM സുധീരനെ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമായ ഒരു വിധിന്യായം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഇത് കൊള്ളക്കാരുടെ സംഘമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ 5 പേരെയെങ്കിലും ഒഴിവാക്കി ഒരു പ്രതിച്ഛായ നിർമ്മാണം നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടല്ലോ. അപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിലെ ജയാപജയങ്ങളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ഒരു ശുഭപ്രതീക്ഷയോ അല്ലെങ്കിൽ കർശനമായ നിലപാടോ ഒന്നും തന്നെ ബാക്കി ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം VM സുധീരനെ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമാണെന്ന് പറയാനാവില്ല. ചുരുക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കും ഗ്രൂപ്പ് വഴക്കും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പരാജയത്തിൻ്റെ ഒരു കാരണം. പക്ഷേ യഥാർത്ഥ കാരണം നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി ഇടതുപക്ഷം കൃത്യമായും സെറ്റ് ചെയ്ത അഴിമതി വിരുദ്ധ നിലപാട് തന്നെയാണ്. അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രമുഖ പ്രമേയമെന്ന് ഇടതുപക്ഷം സ്ഥാപിക്കുകയും ആ സ്ഥാപിക്കുന്ന പ്രക്രിയയിൽ അവർക്ക് വിജയിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു. നമുക്കറിയാവുന്നത് മാതിരി എല്ലാ പ്രീ കാസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ തന്നെ 50% മുതൽ 63% വരെ ആളുകൾ അഴിമതിയാണ് പ്രധാനമായി കണ്ടിരുന്നത്. അത് കാണാൻ കഴിയാതെ എന്തുകൊണ്ട് KPCC കഴിയാൻ പോകുന്നു? അത് ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാനുള്ള അവരുടെ ശ്രമമാണ്. അഴിമതിയെ ഫലപ്രദമായി സമയത്ത് എതിർത്തിരുന്നുവെങ്കിൽ, സോളാർ കേസ് വരുന്ന സമയത്തെങ്കിലും 2 വർഷത്തിന് മുമ്പെങ്കിലും എതിർത്തിരുന്നുവെങ്കിൽ അവർക്ക് വ്യത്യസ്തമായൊരു കോൺഗ്രസ് മുഖഭാവം മുന്നോട്ട് വയ്ക്കാൻ കഴിയുമായിരുന്നു. അതിന് കഴിയാത്ത കാര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് കോൺഗ്രസ് കൊടുത്ത വിലയാണ് ഈ കടുത്ത പരാജയം എന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ നേരത്തെ പല സർവേകളും പറഞ്ഞതാണ് അഴിമതി, വിലക്കയറ്റം, സ്ത്രീകളോടുള്ള സമീപനം, ഇതൊക്കെ ജനങ്ങൾ വലിയ വിഷയമായി കണ്ടു എന്ന്. ഇത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയിൽ പ്രതിഫലിച്ചതായി താങ്കൾ മനസ്സിലാക്കുക? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഴിമതി തന്നെയാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് കേരളത്തിൽ മാത്രം നമ്മൾ കാണുന്നതല്ല, ഇത് ഇന്ത്യ മുഴുവൻ നടന്ന കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാൽ നമുക്കറിയാം അഴിമതിക്കെതിരെ വളരെ വ്യക്തമായ നിലപാട് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കേരളം പോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന ആരോപണങ്ങൾ ഉണ്ടായി കഴിഞ്ഞൊരു സംസ്ഥാനത്ത് ഉറപ്പായിട്ടും അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി വിചാരിച്ചത് ആളുകൾ അങ്ങനെ ഇപ്പോൾ സമരം ചെയ്യുന്നത് CPM ആയിരിക്കാം, അല്ലെങ്കിൽ CPI ആയിരിക്കും, അല്ലെങ്കിൽ BJP ആയിരിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു. വേറെ ആളുകളൊക്കെ ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയുന്നില്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങ് മറന്നു പൊക്കോളൂ എന്നാണ് എഴുതിയത്. പക്ഷേ ആളുകൾ ഇതെല്ലാം കരുതി വെച്ചിരിക്കുകയായിരുന്നു. അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം നിർബന്ധമായിട്ടും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത ഇല്ലായ്മയെ പറ്റി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംശയം ഉണ്ടായിരുന്നു. സംശയമൊന്നുമില്ലാതെയാണ് അവർ സംശയിച്ചു മുഖ്യമന്ത്രിയെ. മൂന്നാമത്തെ കാര്യം സ്ഥാനാർത്ഥികളുടെ കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അഴിമതിക്കാരായ സ്ഥാനാർത്ഥികൾ വാശിക്ക് നിർത്തുക. അപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ, കെ ബാബു, ഈ 2 ആളുകളെ നിർത്തിയിട്ട് ഇപ്പോൾ എന്തുണ്ടായി? 2 പേരും തോറ്റു. ആ കൊച്ചി സീറ്റൊക്കെ UDF എങ്ങനെയും ജയിക്കുന്ന സീറ്റാണ്, അത് വെറുതെ കൊണ്ട് കളഞ്ഞാണ്. ശ്രീ ഷാഹിദ കമാൽ, ഈ സ്ത്രീകളുടെ കാര്യത്തിൽ താങ്കൾ നേരത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എത്ര സ്ത്രീകൾ UDFൻ്റെതായി ജയിച്ചു വന്നിട്ടുണ്ട് എന്ന്. സ്ത്രീകളോടുള്ള സമീപനം, സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ജിഷ പോലെയുള്ള സംഭവങ്ങൾ എത്രമാത്രം UDFനെ ബാധിച്ചിട്ടുണ്ടാകും? തീർച്ചയായിട്ടും. ഞാൻ ഒരു MLA പോലും UDFന് നിയമസഭയിൽ ഒരു വനിത പോലും ഇല്ല. കഴിഞ്ഞ നിയമസഭയിൽ ഒരേ ഒരു വനിത, ഇത്തവണ അതുപോലും ഇല്ല. വട്ടപൂജ്യം. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംപൂജ്യരായിരിക്കുകയാണ് വനിതകളുടെ അവസ്ഥ. 100-ലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇന്ന് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, ജിഷ ഉൾപ്പെടെ
അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ ജലജ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ വീട്ടിനകത്ത് കൊല ചെയ്യപ്പെട്ടിട്ട് ഇതുവരെ അതിൻ്റെ പ്രതികളെ പിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു മുന്നണിയുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സ്ത്രീ സമൂഹം ആശങ്കയിലാണ്. കാരണം അവർക്ക് അവരുടെ മാനവും ശരീരവും ഒക്കെ കാത്തുസൂക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പ്രകടന പത്രികയിൽ വെച്ചൊരു വലിയ ഒരു വാഗ്ദാനമുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പ് രൂപീകരിക്കുകയും അതിന് ഒരു മന്ത്രിയെ തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ഒരു വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു മന്ത്രിയെ വെക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. അതൊരു പക്ഷേ മാധ്യമങ്ങളും കേരളീയ സമൂഹവും മറന്നുപോയപ്പോഴും കേരളത്തിലെ സ്ത്രീകൾ അത് ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇടതുപക്ഷം ആ വാക്ക് പാലിക്കുമെന്ന് ആണ് ശ്രീ ഉഴവൂർ വിജയൻ. അങ്ങനെയാണോ? LDF വന്നു വാക്ക് പാലിക്കും. ഈ UDF-കാർക്ക് സ്ത്രീകളോട് വലിയ വിരോധമാണ്. മുസ്ലിം ലീഗുകാർക്ക് നേരത്തെ തന്നെ അവർ സ്ത്രീകളെ അംഗീകരിക്കുകയില്ല, ഇലക്ഷനൊട്ട് നിർത്തത്തുമില്ല. നിവൃത്തിയില്ലാതെ റിസർവേഷൻ വരുന്നിടത്ത് മാത്രമേ അവരെ നിർത്തുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കും ഇവരോട് ഭയങ്കരമായ വിരോധമാണ് എന്നാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ്. സംസർഗം കൊണ്ടാണോ ശ്രീ ബേബി ജോണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ? അത് എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് എന്തോ ഒരു സ്ത്രീകളെ ശത്രുക്കളായ എന്നാൽ ഒരു സ്ത്രീയോട് അവർക്ക് താല്പര്യമാണ് തന്നെ. അതാണ് അതിൻ്റെ തുറന്നു പറയണം. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈയിടെ വിഭാഗത്തിലൊക്കെ വന്ന ഒരു സിനിമയായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അതില് സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് ലാലെ അഴിമതി മാത്രമല്ല, ഈ ജിഷയുടെ കേസ് തന്നെ ഞാൻ അവിടെ വരുമ്പോൾ അവർ പോയിരുന്നു പലവട്ടം. അപ്പോൾ ഈ ചർച്ച വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ രേഖാചിത്രം വരയ്ക്കുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും മുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അറസ്റ്റ് നടക്കാൻ പ്രയാസം വന്നത് എന്നുകൂടി അവർ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഒരു DYSP വെച്ച ആൾ അന്വേഷണത്തിന് വെച്ച 10 കേസിൽ പ്രതിയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾ MBBS-ന് എൻട്രൻസിന് ടെസ്റ്റ് എഴുതിയ ഒരാളെ കൊണ്ടാണ് ചെയ്യിച്ചത്. അതിലും ഭേദം ഈ DYSP-യെ വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ആ കൊന്നയാളുടെ അങ്ങ് വെച്ചിരുന്നെങ്കിൽ. അയാൾ ഒരു മാസം കഴിയുമ്പോൾ മാനസാന്തരം വന്നെങ്കിലും ഞാനാണ് കൊന്നതെന്ന് പറയുമായിരുന്നു. അതിന് പോലും അവസരം ഉണ്ടാക്കാത്തതിൻ്റെ ഫലമാണ് ഇവർ ഇപ്പോൾ ഈ ഷാഹിദ കമാൽ പറഞ്ഞിടത്തെങ്കിലും സ്ത്രീകളോട് അത്രയേറെ വിരോധമാണ് ഇവർ കാണിക്കുക. അതുകൊണ്ട് സ്ത്രീകൾ ഒന്നിച്ച് രംഗത്തിറങ്ങി ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ മദ്യനിരോധനം കൊണ്ട് സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് UDF ധരിച്ചു. പക്ഷേ ഏറ്റവും വലിയൊരു അബദ്ധമാണ് പറ്റിയത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ തൊടാതെ പോയതാണ് ഈ ചർച്ചയിൽ. മദ്യവുമായി ബന്ധപ്പെട്ട കാര്യം. അത് ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ ബേബി ജോൺ അങ്ങയിലേക്ക് വരാം. നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് മദ്യത്തിൻ്റെ ഒരു പ്രശ്നവും സ്ത്രീയുടെ പ്രശ്നവും ശ്രീ ബേബി ജോണിനും കൂടി അതിനകത്ത് കമന്റ് ചെയ്യാനുണ്ട്. നിയമത്തെ വോട്ട് ചോർച്ച ഉണ്ടായോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്ന് V. സുരേന്ദ്രൻ പിള്ള ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് ആണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത. ശ്രീ ബേബി ജോൺ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മേലാണ് ഇപ്പോൾ എല്ലാ പഴിയും വരുന്നത്. ഉമ്മൻചാണ്ടി ഈ രീതിയിൽ സ്വന്തം തന്ത്രങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതുമാണ്. പക്ഷേ ഈ കാര്യം തിരുത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വം വേണ്ട സമയത്ത് ഇടപെട്ടോ? പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുള്ള കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിലുള്ള ഇടപെടൽ നടത്തുന്ന നേതാക്കൾ ഇവിടെയുണ്ട്. ആന്റണിയെ പോലുള്ളവരുണ്ട്. ഇപ്പോൾ ആന്റണിയുടെ മുഖം നമ്മൾ കണ്ടതാണ്. പരാജയത്തിൻ്റെ മുഴുവൻ ദുഃഖവും അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് വിരിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും ദുഃഖം ഉണ്ടാകില്ലായിരുന്നല്ലോ. അവർ വേണ്ട സമയത്ത് ഇടപെട്ടോ? ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, ആന്റണിയുടെ പ്രദർശനം കാണുമ്പോൾ അസാധാരണമായിട്ടുള്ളൊരു ആത്മവഞ്ചനയുടെ ഒരു ഹിപ്പോക്രാറ്റിക് പെർഫോമൻസ് എന്നാണ് അതിന് പറയാൻ തോന്നുന്നത്. ഇതേ ആന്റണീനെ ഈ മലയാളി സമൂഹം ഏറെ ശ്രദ്ധിച്ചിരിക്കാനിടയുള്ള മറ്റൊരു സന്ദർഭമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനമാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ആന്റണിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രതികരണം. അന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇനി വനവാസമാണ് വിധി എന്നാണ്. പ്രയോഗം വനവാസം എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് ഇത്രയേറെ അയഥാർത്ഥമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തെ പോലെ കണ്ടുകിട്ടാൻ നമുക്ക് നന്നേ ക്ലേശം എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഇപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം, അതായത്
AK ആന്റണിയെ പോലുള്ളവർ വേണ്ട സമയത്ത് ഇടപെടാതിരുന്നത് വഴി ഈ രീതിയിൽ UDF തകർച്ചയിലേക്ക് പോയി? അല്ല, അത് എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡ് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ആദ്യത്തെ ഒരു ആരോപണമായിട്ട് വരുന്ന സോളാർ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു വിധത്തിൽ അങ്ങ് തീർന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു, ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തോക്കുന്നു, കേരളത്തിൽ 10 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നു. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി സ്റ്റാറായി. 12 സീറ്റ് അവിടെ കിട്ടുമ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി സ്റ്റാറായി. സ്വാഭാവികമായിട്ട് പിന്നെ ആ മുഖ്യമന്ത്രിയോട് എന്ത് പറയാനാണ്? വീണ്ടും പോകുന്നു, അരുവിക്കൽ ബൈ ഇലക്ഷൻ വരുന്നു, ആരും ജയിക്കില്ല എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി വളരെ എളുപ്പത്തിൽ ജയിച്ചു വരുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ എങ്ങനെ ഹൈക്കമാൻഡിന് തിരുത്താൻ പറ്റും? പക്ഷേ ഈ വിജയത്തിനായി ഉമ്മൻചാണ്ടി എടുത്ത തന്ത്രങ്ങൾ, പറഞ്ഞ പ്രസംഗങ്ങൾ, അതൊക്കെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ തിരുത്തേണ്ടതായിരുന്നില്ലേ ശ്രീഭാസ്കരൻ? ബേബി ജോൺ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ പറഞ്ഞത്, പിന്നെ ബേബി ജോൺ 100 വർഷത്തേക്ക് ഇനി ഇടതുപക്ഷം വരില്ല, കേരളത്തിൽ 100 വർഷത്തേക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല. ഇതേ ഉമ്മൻചാണ്ടി തന്നെ പിന്നീട് മാറ്റി പറഞ്ഞു. അത് പോട്ടെ, ഉമ്മൻചാണ്ടിയുമായി ബന്ധിപ്പിച്ച് AK ആന്റണി പറഞ്ഞ കാര്യമാണ് 100 വർഷത്തേക്ക് വരില്ല. ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? തന്നെക്കാൾ മികച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. എപ്പോഴ്? സോളാർ കേസിന് ശേഷമാണ് പറയുന്നത്. തന്നെക്കാൾ മികച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഈ ആകർഷണ വലയത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന എന്തോ മാസ്മരികത കയ്യിലുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി തന്നെ ആകർഷണ വലയത്തിൽ ഒരു പാർട്ടി തന്നെ പെടുകയാണ്. ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പം പിന്നെ ഷാഹിദ കമാൽ ഉണ്ടായിരുന്നല്ലോ, അവർ രാജിവെച്ചവരാണ് കോൺഗ്രസിൽ നിന്ന്. ഈ രാജിവെക്കുന്ന സമയം നല്ല സമയത്ത് നോക്കി രാജിവെക്കാമായിരുന്നു. കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കയറൂരി വിട്ടതിൻ്റെ പ്രധാന കാര്യം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്ക് തന്നെയാണ്. പാർലമെൻ്ററി പാർട്ടി സംഘം ചേർന്ന് ഈ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള അവസ്ഥ പോലും എന്തേ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ ഉണ്ടായില്ല. സത്യത്തിൽ ആ അർത്ഥത്തിൽ ഒരു വളരെ ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസിന് തയ്യാറാകാൻ കഴിയില്ല എന്നാണ് ആന്റണിയുടെ ഈ ദുഃഖഭാരം നിറഞ്ഞ മുഖഭാവ മുദ്രകളൊക്കെ കാണിക്കുന്നത്. ശിവൻകുട്ടിയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് എന്തായാലും പാർട്ടി തലത്തിൽ ഇത് അന്വേഷിക്കും, പഠിക്കുമെന്നാണ്. അത് കേൾക്കുമോ, ആളുകൾ അങ്ങോട്ട് പറയുമോ ഇനി പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്നുള്ളതാണ് വിഷയം. ശ്രീ ശിവൻകുട്ടി, ഞാൻ ശ്രീ PA സലീമിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ശിവൻകുട്ടി, നിങ്ങൾ ഒരുപക്ഷെ എടുത്ത നിലപാടും ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ വളർത്തുന്നതിന് സഹായകരമായിരുന്നോ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അടുത്തൊരു 5 വർഷം കൂടി ഉമ്മൻചാണ്ടി ഭരിച്ചാൽ ഞങ്ങൾക്ക് നല്ലതാണ് എന്നൊരു വാദം പോലും നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. എൻ്റെ ലാൽജി, ഇത് ഞങ്ങളുടെ വാദമല്ല, ലാൽജിയുടെ വാദം പറയുന്നു.